1.5 ഏക്കറോളം സ്ഥലത്ത് വിവിധങ്ങളായ പച്ചക്കറി കൃഷിയൊരുക്കി എരമം രാമപുരത്തെ കഴകക്കാരൻ രാജൻ അന്തിത്തിരിയൻ. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. നഷ്ടമാകുന്ന കാർഷിക മേഖലയിൽ പുതിയ പ്രതീക്ഷകളെ ഉണർത്തിയാണ് കർഷകർ വരുമാനമാർഗം തേടുന്നത്. ഇത്തരത്തിൽ 1.5 ഏക്കറോളം സ്ഥലത്ത് വിവിധങ്ങളായ പച്ചക്കറി കൃഷിയൊരുക്കി വിജയഗാഥ തീർക്കുകയാണ് എരമം രാമപുരത്തെ കഴകക്കാരൻ രാജൻ അന്തിത്തിരിയൻ. രാമപുരം ശ്രീ പുലിരൂപകാളി ക്ഷേത്രത്തിലെ അന്തിത്തിരിയനാണ് ഈ കൃഷിക്കാരൻ. നല്ലൊരു കയ്പതാടാ. ഒന്നര ഏക്കറോളം സ്ഥലത്ത് ഇടവിള കൃഷിയായി തണ്ണിമത്തൻ, പടവലം, പാവൽ, വഴുതന, പയർ, മത്തൻ തുടങ്ങിയ പച്ചക്കറികളാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. തികച്ചും ജൈവരീതിയിലുള്ള കൃഷിയിൽ മികച്ച വിളവാണ് ലഭിക്കുന്നത്. കൃഷി താൽപര്യമുള്ള രമേശൻ, ദുഷ്യന്തൻ എന്നിവരുടെ സഹായത്തോടെയാണ് ഇദ്ദേഹം കൃഷിയൊരുക്കിയത്. കഴിഞ്ഞ 10 വർഷത്തോളമായി കൃഷിരംഗത്ത് സജീവമാണെന്നും കാർഷിക രംഗത്ത് പുതിയ രീതികൾ പരീക്ഷിക്കാറുണ്ടെന്നും രാജൻ പറഞ്ഞു. കൃഷി ചെയ്യുന്നത് പടവലം, കയ്പ, വഴുതിന, പച്ചപ്പറങ്കി, പിന്നെ മത്തൻ, കുമ്പളം, തണ്ണീർമത്തൻ, നിലക്കടല, അത് കക്കിരി ഇതെല്ലാം ഇപ്പം നട്ടിട്ട് ചെയ്യുന്നതാണ്. കൊല്ലത്തിൽ 2-3 മാസം ഒഴിവുണ്ടാവില്ല ഒരു വർഷത്തിലേക്ക്. എന്ന് പറഞ്ഞാൽ മേടം കഴിഞ്ഞ് ഇടവത്തിൽ തുടങ്ങി കഴിഞ്ഞാൽ പയ്യുന്നത് ആ ഇടവം ആവുന്നവരെ ഇതുണ്ടാവും. ഇടവം വരെ ഇതുണ്ടാവും. പിന്നെ ആറിന് 1 മാസത്തിൻ്റെ ഗ്യാപ്പായിട്ട് ഉണ്ടാവില്ല നമുക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്ലാവം വർഷം കഴിയുമ്പോൾ കണ്ടത്തിലേക്ക് വരും. മറ്റു ഇട്ടക്കാൻ നട്ടില്ല പറമ്പിൽ. വർഷകാലത്ത് പറമ്പിൽ നട്ടിട്ട് ത്ലാവർഷം കഴിയുന്നതോട് കൂട്ടിയിട്ട് വയലിലേക്ക് വരും. അങ്ങനെ വയലിലാണ് ഇപ്പോൾ ഇല്ല കൃഷി. ഇത്ര കഴിഞ്ഞ മാസം വരെ പറമ്പിലും ഉണ്ടായിരുന്നു, കയ്പ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം ഇപ്പം കൃഷിയിൽ ഇപ്പോൾ എല്ലാം വയലിലാണ് ചെയ്യുന്നത്. ഇപ്പം കൃഷി ചെയ്യുന്നത് ഒരു 10 കൊല്ലത്തിൻ്റെ എടുക്കുക. ഇത് തന്നെ പച്ചക്കറി ആയിട്ട് തന്നെ 10 കൊല്ലത്തിൻ്റെ താഴെയായിട്ട്. അത് ആലപ്പടമ്പിലാണ് ഉണ്ടായിരുന്നു. ആലപ്പടമ്പിൽ നിന്ന് ഞാനിപ്പോൾ ഇവിടെ 2 വർഷമായിട്ട് ഇവിടെ അന്തിത്തിരാനായിട്ട് രാമപുരത്തേക്ക് വന്നു. രാമപുരത്ത് വന്ന് അതിനുശേഷം ഇവിടെ തന്നെ ഉറപ്പിച്ചിട്ട് കൃഷി ചെയ്യുന്നു കുറച്ച് കഴിഞ്ഞിട്ട്. മറ്റല്ലെങ്കിൽ ഇവിടുന്ന് ആടെ പോയിട്ട് ചെയ്യുന്നതെല്ലാം ഭയങ്കര വിഷമമാണ്. അന്തിത്തിരി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം വിളക്കെത്തിച്ചാൽ ഇവിടെ ആൾ വേണം. പിന്നെ രാവിലെ അടിച്ച് മാറ്റി എല്ലാം കൂടെ ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ വീട്ടിലേക്ക് പോയിട്ട് അവിടെ ആലപ്പടമ്പ് പോയിട്ട് ചെയ്യാൻ കഴിയൂ. അപ്പോൾ അന്നേരമെല്ലാം മകനുണ്ടായി, മോന് ഇങ്ങനെ ജോലിയൊന്നും ആയിട്ടില്ല. അപ്പോൾ അവൻ വന്നിട്ട് എല്ലാം കൂട്ടിയിട്ട് പോകും. ആടുന്ന് പറിച്ചിട്ട് രാവിലെ ആടുന്ന് പയ്യന്നൂർ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് വരലാണ്. അപ്പം അതിനെല്ലാം വിഷമം പ്രായമായി ഒന്നും കഴിയാത്തതുകൊണ്ട് മോനും അങ്ങനെ കിട്ടുന്നതിൻ്റെ ഉദ്ദേശം പോലെ ഞാനും ഭാര്യയും മോനും എല്ലാവരും കൃഷിപ്പണി എടുക്കുന്നവരാണ്. ഒന്ന് എൻജിനീയറിങ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടെ പച്ചക്കറി കൃഷി ചെയ്തതാണ്. കൃഷിഭവന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹായങ്ങളും പിന്തുണയും നൽകാറുണ്ടെന്ന് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ടി തമ്പാൻ പറഞ്ഞു. നമ്മുടെ എരമം രാമപുരം പുലിരൂപകാളി ക്ഷേത്രത്തിലെ അന്തരിശൻ ശ്രീ രാജേട്ടൻ ഇവിടെ 2 വർഷത്തോളമായി വിവിധ രീതിയിലുള്ള പച്ചക്കറി കൃഷികൾ ചെയ്തു വരുന്നുണ്ട്. മഴക്കാലത്തും അതുപോലെ തന്നെ ഇപ്പോൾ വേനൽക്കാലത്തും വളരെ സുലഭമായ രീതിയിൽ ഉൽപ്പന്നം അദ്ദേഹം മാർക്കറ്റിൽ വിറ്റഴിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ മഴക്കാലത്ത് പടവളം, കയ്പ, അതുപോലെ തന്നെ കോവൽ, കൊടോരം അതുപോലെയുള്ള എല്ലാ കൃഷികളും നല്ല രീതിയിൽ ചെയ്ത് ഉൽപ്പന്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സമയത്ത് ഇപ്പോൾ പടവളമുണ്ട്, അതുപോലെ കയ്പ, പയർ, അതുപോലെ തന്നെ എല്ലാ വിളകളും, തക്കാളി ആയാലും ചെറിയ രീതിയിൽ എല്ലാ വിളകളും മറ്റു രീതിയിലും ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇവിടെ ഒരു മാതൃകാ രീതിയിലുള്ള ഒരു കൃഷിയാണ് അനുവർത്തിച്ച് വരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വദേശം ആലപ്പടമ്പിലാണെങ്കിലും ഇവിടെ വന്നതിന് ശേഷം കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് നല്ല രീതിയിൽ ഈ പ്രദേശത്താകെ ഒരു കൃഷിയിലൊരു ഉണർവ് നൽകുന്ന ഒരു പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. അത് ക്ഷേത്രത്തിന് മുതൽക്കൂട്ടായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിനും നമ്മുടെ അവർക്കൊരു മാതൃകാപരം, അതുപോലെ അനുകരണീയമായ ഒരു മാതൃകയായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നമ്മുടെ കൃഷിഭവൻ്റെ രീതിയിൽ നൽകാറുണ്ട്. എല്ലാ പദ്ധതിയിലും ഉൾപ്പെടുത്തി, അതുപോലെ തന്നെ കൃഷിയുടെ സന്ദർശനമായാലും എല്ലാ രീതിയിലും നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫീൽഡുകൾ പരിശോധിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി വരാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ സഹായങ്ങളും നൽകി വരാറുണ്ട്. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഒരു അഭിനന്ദനം അല്ലെങ്കിൽ ആശംസ നേരുന്നു. വരും വർഷങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൃഷി വ്യാപിക്കാനാണ് രാജന്റെ തീരുമാനം. നഷ്ടമാവുന്ന കൃഷിരംഗത്തെ കൃഷി താൽപര്യം കൊണ്ട് ലാഭകരമാക്കാനുള്ള വഴിയിൽ ഒരു മാതൃകയാണ് ഇദ്ദേഹത്തിന്റെ ഇടവിള കൃഷി.
പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ. ഡിസംബർ 15 മുതൽ മെയ് 30 വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു. കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും. ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ.